നമസ്കാരം. ഇന്നത്തെ എൻ്റെ വിഷയം വിദ്യാഭ്യാസവും ഐ ടി മേഖലയിലെ വളർച്ചയും എന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ത്യ എന്നൊരു രാജ്യം ഐ ടി മേഖലയെ വളരെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. അതായത് ഐ ടി മേഖല വളരെയധികം വളർന്നിരിക്കുന്നു ഇന്ത്യയിൽ. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ ഓൺലൈനായും വെർച്വലായും ഒക്കെയാണ് ഇപ്പോൾ പഠിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു സംശയം വരികയാണെങ്കിൽ അവർ ലൈബ്രറിയിൽ പോയി ആ വേണ്ട ബുക്ക് തിരഞ്ഞെടുത്ത് അതിന് ഏത് പാർട്ടാണ് സംശയം അതൊക്കെ തപ്പി കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ വളരെ സമയം കളയുന്ന ഒന്നായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് ഗൂഗിൾ, ChatGPT എന്നിങ്ങനെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻ ഉള്ളപ്പോൾ നമ്മൾ നമുക്ക് വേണ്ട സാധനം ഒന്ന് കൊടുത്താൽ നമുക്ക് അതിനെ വിവരിച്ച് നല്ല വൃത്തിയായി നമുക്ക് കിട്ടുന്നതാണ്. നമുക്കറിയാം, പണ്ടത്തെ കാലത്ത് ഒരു ഡിഗ്രി ഒക്കെ ചെയ്താൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. അതിന് ജോലി കിട്ടണം എന്നൊരു നിർബന്ധവുമില്ല. പക്ഷേ നമ്മൾ ഇന്നൊരു പ്രൊജക്റ്റ് ചെയ്ത് നമ്മുടെ പല ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ലിങ്ക്ഡിൻ, GitHub അതുപോലുള്ള ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലോകത്തുള്ള ഏത് ആൾക്കാർക്ക് വേണമെങ്കിലും ആ പ്രൊജക്റ്റൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എത്രയും വേഗം ജോലി കിട്ടാനും സാധിക്കും. പിന്നെ നമ്മൾ ടീച്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പഠിപ്പിക്കുന്ന ഇപ്പോൾ സ്കൂളിൽ നിന്ന് മാത്രമല്ലല്ലോ. ഇപ്പം യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ പലതരത്തിലുള്ള ചാനലുകളുണ്ട്. അപ്പോൾ ആ ചാനലുകളിൽ നിന്നൊക്കെ കുട്ടികൾക്ക് ധാരാളം കണ്ടന്റുകളും അതൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും. നമുക്ക് വേണ്ടതിൽ നിന്ന് കൂടുതൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. പക്ഷേ പണ്ടത്തെ കാലത്ത് അതൊന്നും പറ്റത്തില്ലല്ലോ. അതാണ് ഈ ഐ ടി വികസിച്ചുകൊണ്ടുള്ള ഗുണങ്ങൾ. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് പല എതിർവശമുണ്ട്. പല കുട്ടികളും ഓൺലൈൻ ഗെയിമിനും അതുപോലുള്ള സാധനങ്ങളൊക്കെ അഡിക്റ്റായി പോവുകയും പിന്നീട് പിന്തിരിയാൻ പറ്റാതാവുകയും ചെയ്യുന്നു. നമുക്ക് അനുഭവം ഉണ്ടല്ലോ, കൊറോണ ടൈമിൽ എത്ര കുട്ടികളാണ് ഈ ഓൺലൈൻ ഗെയിമിലൊക്കെ അഡിക്റ്റായി പോവുകയും അതുപോലെ തന്നെ സൂയിസൈഡിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നത്. ഇതും വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണല്ലോ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്കൂളുകളിലൊക്കെ കമ്പ്യൂട്ടറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഏത് വിവരങ്ങളും ഉന്നത സ്ഥാപനങ്ങളിൽ നിന്നും പല സ്കൂളിലേക്കൊക്കെ എത്തിക്കാൻ സാധിക്കും. പണ്ടത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ അത് സാധിക്കില്ലല്ലോ. ലെറ്ററായോ അതുപോലുള്ള സാധനങ്ങളൊക്കെ അയക്കുക എന്ന് പറയുമ്പോൾ എത്ര സ്കൂളുകളുണ്ട്. അപ്പോൾ അതൊക്കെ സമയമെടുക്കുന്ന സാധനങ്ങളാണ്. പിന്നെ ഈ അത്യാവശ്യമായ ഇൻഫർമേഷനൊക്കെ എത്തണം എന്നൊരു നിർബന്ധവുമില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ജസ്റ്റ് ഇമെയിലിൽ ഒന്ന് അപ്ലോഡ് ചെയ്താൽ മതിയല്ലോ, സാധനം അവിടെ എത്തും. അപ്പോൾ അതൊക്കെ ഒരു വലിയ മുൻഗണനയായിട്ട് നമുക്ക് കാണാം. പിന്നെ ഈ കമ്പ്യൂട്ടറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഓൺലൈനിൽ 10ൻ്റെയും 12ാം ക്ലാസ്സിൻ്റെയും ഒക്കെ ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഈ റോൾ നമ്പറും അതൊക്കെ എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പണ്ടത്തെ കാലത്തും ഇത് പറ്റത്തില്ലല്ലോ. പിന്നെ ഈ ടീച്ചറിനെയൊക്കെ ട്രാൻസ്ഫറും അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ എളുപ്പം നമുക്ക് ഈ കമ്പ്യൂട്ടറിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നത്. നന്ദി.